നമസ്തേ. വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അല്പം ഭൂതകാലം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ചരിത്രം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചരിത്രം അറിയുന്ന ആളാണ് സത്യം അറിയുന്ന ആൾ. മറ്റുള്ളവർ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ. അവരുടെ ഉള്ളിലെ ധാരണ ശരിയല്ല. ചരിത്രം മനസ്സിലാക്കണം. ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം അറിയണ്ടേ. ഇപ്പം നമുക്ക് കോൺഗ്രസ് പാർട്ടി എന്നും പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അതിൻ്റെ ചരിത്രം, അതിൻ്റെ തലപ്പത്തിരുന്ന ആളുകൾ, അത് ആരംഭിച്ചത് തന്നെ ഒരു വെള്ളക്കാരനാണ് ആരംഭിച്ചത്. യൂറോപ്യൻസ് ആരംഭിച്ച പാർട്ടിയാണത്. ആ പാർട്ടിയുടെ പേര് നോക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എങ്ങനെയുണ്ട് പേര്? അത് പേര് തന്നെ വിദേശിയാണ്. അത് കാരണം അത് വിദേശി ആരംഭിച്ചതുകൊണ്ടാണ് അങ്ങനെ ആയത്. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് നമ്മുടെ നാട് ഇത്ര നാളും ഭരിച്ചത്. നല്ലൊരു ഇപ്പോൾ BJP പോലത്തെ നല്ലൊരു പാർട്ടി ആയിരുന്നെങ്കിൽ നമ്മുടെ നാട് പണ്ടേ വികസിത രാജ്യമായിരുന്നേനെ. അതായത് നമുക്കൊന്നും നാടും വിട്ടുപോയി അന്യനാട്ടിൽ പോയി പണിയെടുക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറയാൻ കാരണം, നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ചരിത്ര പുസ്തകമുണ്ടല്ലോ, അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. കള്ളച്ചരിത്രമാണ് കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ എങ്ങനെ ഒരു നല്ലൊരു തലമുറ എങ്ങനെ ഉണ്ടാവും? നമ്മൾ നമ്മുടെ മക്കളോട് തന്നെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ലോകത്തിൽ ഈ ഭൂമിയിൽ പിറന്നു വീണ ആളുകളിൽ, സ്ത്രീ പ്രസവിച്ച ആളുകളിൽ ഏറ്റവും വിക്കറ്റ്, അതായത് ഈവിൾ, ഏറ്റവും മോശക്കാരൻ, അത് യേശുവാണ്. അത് കഴിഞ്ഞാൽ, യേശുവിനെ കഴിഞ്ഞാൽ അടുത്ത രണ്ടാം സ്ഥാനം വിൻസ്റ്റൺ ചർച്ചിലിനാണ് കൊടുക്കേണ്ടത്. അത് ബ്രിട്ടീഷുകാരനാണ്. അവനാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊന്നത്. ദശലക്ഷക്കണക്കിന് ആൾക്കാരെ പട്ടിണിക്കിട്ട് കൊന്നത്. പക്ഷേ ഈ കഥയൊന്നും നമ്മുടെ സ്കൂളിൽ പോലും നമ്മൾ പഠിക്കുന്നില്ല. എന്തൊരു കഷ്ടമാണ് നൽകണേ. എന്തുകൊണ്ട് പഠിക്കുന്നില്ല? അതിൻ്റെ മറുപടി പലരും പറഞ്ഞതാണ്. എന്താ പറയുക, ഒരു ക്ലീഷേ മറുപടിയാണ്. ബിക്കോസ് ദ ഹിസ്റ്ററി ഈസ് ഓൾവേസ് റിട്ടൺ ബൈ ദോസ് ഹു വിൻ ദ വാർ. ആരാണോ യുദ്ധം ജയിക്കുന്നത് അവരാണ് ചരിത്രം എഴുതുന്നത്. അവരെഴുതിയ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി ശരിക്കും നമുക്കിട്ട് താങ്ങിയിട്ടുണ്ട്. ചരിത്രം പോലും കള്ളച്ചരിത്രം. ഒരു കാര്യം അറിയാമോ നിങ്ങൾക്ക്? ഇന്നാളെ ഞാൻ ആരോ പറഞ്ഞു കേട്ടത്, അതായത് കോൺഗ്രസ് ഭരണ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എപ്പോഴും മുസ്ലിമായിരുന്നു. മുസ്ലിമിനാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത്. അപ്പോൾ തന്നെ ചരിത്രമൊക്കെ അവരല്ലേ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണല്ലോ അതൊക്കെ വരുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി എഴുതി അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും കുറേ വൃത്തികെട്ടവന്മാരുടെ ചരിത്രമൊക്കെ പഠിക്കേണ്ടി വന്നു. മനസ്സിലായോ? ശരിക്കുള്ള ആൾക്കാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നില്ല. പിന്നെ വിൻസ്റ്റൺ ചർച്ചിൽ ചെയ്ത ക്രൂരകൃത്യങ്ങൾ അതും പഠിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ള, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. 2000 ആണ്ട് 2000 അതിൽ ജനുവരി മാസം അല്ലെങ്കിൽ 1999 ഡിസംബർ, അപ്പോൾ ടൈം മാഗസിൻ അവരുടെ ഒരു മില്ലേനിയം എഡിഷൻ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പുസ്തകം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലക്കെട്ട് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. 24 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 25 വർഷമായി. അതിൻ്റെ തലക്കെട്ട് ദ 10 ഗ്രേറ്റ് പീപ്പിൾ ഓഫ് ദിസ് മില്ലേനിയം, ഓഫ് ദ മില്ലേനിയം. അതായത് 1000 വർഷമായല്ലോ. അപ്പോൾ ഈ 1000 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായ 10 മഹാന്മാർ. അതിൻ്റെ അകത്ത് ചില ആൾക്കാരുടെ ഫോട്ടോയും ഈ പുസ്തകത്തിൻ്റെ കവറിൽ തന്നെ ഉണ്ടായിരുന്നു, ഈ ടൈറ്റിലിനോടൊപ്പം. അപ്പോൾ ആ ഫോട്ടോയിൽ ഒരു ഫോട്ടോ ഈ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞ ഷീമപ്പന്നിയുടെ ഫോട്ടോ ആയിരുന്നു. ഞാനിവനെ ഷീമപ്പന്നി എന്ന് വിളിക്കണം, വിൻസ്റ്റൺ ചർച്ചിലിനെ. ഇത്രയും വൃത്തികെട്ടവൻ വേറെ ഇല്ല ലോകത്ത്. മനസ്സിലായോ? അവൻ ഈ ബ്രിട്ടീഷുകാർ എവിടെയൊക്കെ പോയി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. റെഡ് ഇന്ത്യൻസിനെ കൊന്ന്,
പിന്നെ ഓസ്ട്രേലിയയിൽ കുറേ ആൾക്കാരെ കൊന്ന്, എല്ലാവരെയും കൊന്ന്. അതിനൊക്കെ ഇവൻ ന്യായീകരിക്കും. ഇവൻ പറയണത് ഇവൻ എന്താ പറയുക, ഇവർ ബ്രിട്ടീഷുകാരെന്ന് പറയണത് സുപ്പീരിയറാണ്, മറ്റുള്ളവരൊക്കെ ഇൻഫീരിയറും. ഇവരൊരു സൂപ്പർ റേസാണ്, മറ്റുള്ളവരൊക്കെ എന്താ പറയുക സബ്ഹ്യൂമൻസ്. ആഫ്രിക്കക്കാരൊക്കെ സബ്ഹ്യൂമൻസ്, മറ്റുള്ള ആൾക്കാരൊക്കെ സബ്ഹ്യൂമൻസ് ആണെന്ന് അങ്ങനൊരു ധാരണ വെച്ച് പുലർത്തിയിരുന്ന ആളായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. ഇവനാണ് ഏറ്റവും വലിയ കുറ്റവാളി. പക്ഷേ ഇന്നും ബ്രിട്ടനിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, യൂറോപ്പിലാവട്ടെ, വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ മഹാനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായോ? അതിപ്പോൾ നമ്മുടെ ഗാന്ധിനെ മഹാനായിട്ടല്ലേ നമ്മൾ മഹാത്മാഗാന്ധി എന്നല്ലേ വിളിക്കണത്. ഇതിൻ്റെ ഒക്കെ കാരണം ഈ യേശുവാണ്. ഇസ്രായേലിൽ വഴിപിഴച്ച് ഉണ്ടായ മറിയ, വഴിപിഴച്ച സ്ത്രീ, അവർ പ്രസവിച്ച ആളെ ദൈവപുത്രനാണ്, ലോകരക്ഷകനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ തകിടം മറിയാനുള്ള മൂല കാരണം. ഇത് പലസ്തീനാണ്, ഇസ്രായേലാണ്. ഇന്നാളെ അവർ പറഞ്ഞ കേട്ടു, ലോകത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം പലസ്തീനിൽ സമാധാനം ഉണ്ടാവണമെന്ന്. മനസ്സിലായോ? പലസ്തീനിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ സത്യം പുറത്തു വരണം. സത്യം ഇതാണ്, യേശു എന്ന് പറയുന്ന പിശാചാണ് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഒരു പ്രോഗ്രാം യൂട്യൂബിൽ കാണണമായിരുന്നു. അതിൽ ഒരു ബ്രിട്ടീഷ് മുസ്ലിം, അയാളെ ഇൻ്റർവ്യൂ ചെയ്യണേ. അയാളുടെ പേര് താരിഖ് അലി. അപ്പോൾ ദ അൺടോൾഡ് ഹിസ്റ്ററി ഓഫ് വിൻസ്റ്റൺ ചർച്ചിൽ ആൻഡ് ദ ബ്രിട്ടീഷ് എംപയർ, അതാണ് യൂട്യൂബിൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ. നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അതിൽ പറയുന്നത് ഈ വിൻസ്റ്റൺ ചർച്ചിൽ നമ്മുടെ നാട്ടിൽ നടത്തിയ ക്രൂരമായ കൊലപാതകത്തിൻ്റെ കാര്യങ്ങളാണ്. മനസ്സിലായോ? അതായത് പട്ടിണിക്കിട്ട് കൊന്ന്, ഏറ്റവും മോശമായ, ഏറ്റവും ക്രൂരമായ രീതിയിൽ മനുഷ്യരെ കൊല്ലുന്ന. അതായത് പെട്ടെന്നൊന്നും ചാവൂല ആൾ പെട്ടെന്ന് മരിക്കില്ല, വളരെ മാസങ്ങളെടുത്തിട്ട് മരിക്കുള്ളൂ. കാരണം വെള്ളം കിട്ടുമല്ലോ, പക്ഷെ ഭക്ഷണം കിട്ടില്ല. അപ്പോൾ മെലിഞ്ഞ് എല്ലും തൊലിയും മാത്രമായിട്ട് അങ്ങനെയാണ് മരിച്ചത് ആൾക്കാർ. മനസ്സിലായോ? അതും ദശലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഇത്രയും വലിയൊരു കൊലപാതകം, ഇത്രയും വലിയൊരു നരഹത്യ, ഇത്രയും വലിയൊരു ജനോസൈഡ്, വംശഹത്യ, അത് മറച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു ദുഷ്ടത ലോകമാണെന്ന് ആലോചിക്കണം. എന്തൊരു പൈശാച ലോകമായിട്ട് വേണം. സത്യം പറഞ്ഞാൽ ഈ കഥകളൊക്കെ നമ്മൾ കുട്ടികൾ, നമ്മുടെ മക്കളെ, അതായത് സ്കൂളിലൂടെ, അല്ലാണ്ട് വീട്ടിലിരുത്തി കഥ പറഞ്ഞു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, സ്കൂളിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം. ശരിയായ ചരിത്രം കുട്ടികൾ പഠിച്ച് വളർന്നാലേ ഒരു നല്ലൊരു തലമുറ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? നമ്മുടേതെന്ന് പറഞ്ഞാൽ പിഴച്ച തലമുറയാണ് പോയി. ഞാനെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു, എന്നാലും ഞാൻ ഓർക്കണം, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഈ ബംഗാൾ ഹോളോകോസ്റ്റിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഹിറ്റ്ലറിൻ്റെ ജൂയിഷ് ഹോളോകോസ്റ്റ് അത് ഞാൻ പഠിച്ചു. മനസ്സിലായോ? അപ്പോൾ എന്തൊരു ചതിയാണ് നടക്കുന്നത്. എൻ്റെ നാട്ടിൽ നടന്ന ക്രൂരകൃത്യം, മഹാക്രൂരകൃത്യം, അതെന്നെ പഠിപ്പിച്ചില്ല. പഠിപ്പിക്കണത് യഹൂദന, അതായത് സെമിറ്റിസമാണ് സംഭവം. സെമിറ്റിക് മതങ്ങളുടെ ആധിപത്യമാണ്. ക്രിസ്തു മതം, ഇസ്ലാം, യഹൂദമതം. അവിടെ കൊന്നത് യഹൂദരെയാണല്ലോ. അപ്പോൾ ലോകം മുഴുവനും അത് പഠിക്കണം. പക്ഷേ വിൻസ്റ്റൺ ചർച്ചിൽ ഭാരതത്തിൽ, ബംഗാളിൽ, അതും ഈ രണ്ടാം ലോക മഹായുദ്ധം, സോ കോൾഡ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഭാരതത്തിൽ ആൾക്കാരെ പട്ടിണി കിട്ടു കൊന്നത്. ദശലക്ഷക്കണക്കിന് പേരെ പട്ടിണി കിട്ടുമെന്ന്. മനസ്സിലായോ? ബംഗാളിലെ ആൾക്കാർ. അങ്ങനെയാണ് ബംഗാളിൽ കമ്മ്യൂണിസം വളരാനുള്ള കാരണം അതാണ്. മനസ്സിലായോ? കമ്മ്യൂണിസത്തിന് ഈ പാവങ്ങൾ എവിടെ ഉണ്ടോ അവിടെ കമ്മ്യൂണിസത്തിന് നല്ല സ്കോപ്പാണല്ലോ. അങ്ങനെയാണ് അവിടെ കമ്മ്യൂണിസം, അതുകൊണ്ടാണ് കമ്മ്യൂണിസം വരണത്. അങ്ങനെയാണെന്നല്ല, അതുകൊണ്ടാണ്. എന്താ പറയുക പോയി, എന്തുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നില്ല കുട്ടികൾ? എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? BJP വന്നിട്ട് ഇത്രയും വർഷമായി, 10 വർഷം കഴിഞ്ഞ്, 3-ാം റൗണ്ടാണ്. എന്നിട്ടും പാഠപുസ്തകങ്ങൾ ഒരു മാറ്റം വരുത്താത്തുണ്ട്. ഇന്നാൾ പറയണ്ടായിരുന്നു, ചരിത്രം പാഠപുസ്തകം മാറ്റം വരുത്താനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആൾക്കാരുടെ അടുത്ത് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും മാറിയിട്ടില്ല. എന്ത് മെല്ലെപ്പോക്കാണെന്നറിയോ? ഭയങ്കര മെല്ലെപ്പോക്കാണ്. ഇതല്ലേ പരമപ്രധാനമായ കാര്യം. കുട്ടികളാണ് ഇനി
നമ്മുടെ അടുത്ത തലമുറ, അതായത് ഈ വളർന്നു വരുന്ന കുട്ടികൾ, അതാണ് നമ്മുടെ ഭാവി അല്ലേ. അവർ ശരിയായി കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, സമാധാനമുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സമാധാന സത്യത്തിലൂടെ മാത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സത്യം, ഈ ബംഗാൾ ഹോളോകോസ്റ്റ്, ഈ വിൻസ്റ്റൺ ചർച്ചിൽ ക്രിസ്ത്യാനിയായിരുന്നു അവൻ. പക്ക ക്രിസ്ത്യാനിയുമാണ്, പക്ക എന്താ പറയുക റേസിസ്റ്റുമാണ്. വംശവെറിയനാണ് അവൻ വിൻസ്റ്റൺ ചർച്ചിൽ. അവനെപ്പോഴും ഒരു ക്രൂരം വേറെയില്ല. അവൻ പറഞ്ഞിരുന്നത് ഈ ഹിന്ദുക്കൾ മുയൽ പ്രസവിക്കണ പോലെയാണ് പ്രസവിച്ച് കൂട്ടണേന്ന്, അതുകൊണ്ട് ചത്തുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന്. മനസ്സിലായോ? ഈദി അമീനെ കുറിച്ചൊക്കെ ആൾക്കാർ പറയും. ഈദി അമീൻ കൊന്നതും ഈ വിൻസ്റ്റൺ ചർച്ചിൽ കൊന്നതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈദി അമീൻ കൊന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വിൻസ്റ്റൺ ചർച്ചിൽ കൊന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈദി അമീനെ കുറിച്ച് എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഈദി അമീനെ വില്ലനാക്കി കാണിച്ചുകൊണ്ട് ഇല്ലേ. വിൻസ്റ്റൺ ചർച്ചിലിനെ വില്ലനാക്കി കാണിച്ചുകൊണ്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് പറയാമോ? എന്തുകൊണ്ട് ആരും അങ്ങനെ ഒരു സിനിമ എടുക്കുന്നില്ല? കാരണം ഈ വളർന്ന തലമുറ, ഇപ്പം ഞാനെന്ന് വെച്ചാൽ ഞാനിതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ 1999 ഏതാണ്ട് ഈ സമയം, ഓഗസ്റ്റ് സെപ്റ്റംബർ സമയം. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഞാൻ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് യാഹുവുള്ളൂ, ഗൂഗിളില്ല, യാഹുവിലാണ് ബ്രൗസർ യാഹുവാണ്. അപ്പോൾ ബ്രൗസ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരഭാരതത്തിലെ ഒരു വ്യക്തി, ഒരു ശർമ്മ, ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഞാൻ കണ്ടു. അതിപ്പോൾ ഇല്ലട്ടത്, ഇത്രയും വർഷമില്ലേ. അപ്പോൾ അതിൽ അയാൾ ഈ വിഷയമാണ്, ഈ വിൻസ്റ്റൺ ചർച്ചിൽ ബംഗാളിൽ നടത്തിയ വംശഹത്യയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൻ്റെ അകത്ത് ആ വെബ്സൈറ്റിൽ പറയുന്ന കാര്യം അത്. അപ്പോൾ അത് ഞാൻ വായിച്ചു. അങ്ങനെയാണ് ഞാൻ അറിയണത്. മനസ്സിലായി, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ ഈ താരിഖ് അലി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുന്നത്, അതായത് ഇപ്പോൾ ബ്രിട്ടനിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ അടിച്ചു പൊളിക്കണുള്ള, അപ്പോൾ ബ്രിട്ടീഷുകാർ മഹാവൃത്തികെട്ടവന്മാരായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഇത് രണ്ടാമതും പോസ്റ്റ് ചെയ്തേക്കണേ യൂട്യൂബിൽ. ആക്ച്വലി ഇതിനു മുമ്പ് വന്ന വീഡിയോ ആണെന്ന് തോന്നുന്നത് അവരങ്ങനെ പറയണത്. പക്ഷേ ഇപ്പോൾ അവിടെ ബ്രിട്ടനിൽ ഭയങ്കര പ്രശ്നമായ സ്ഥിതിക്ക് ബ്രിട്ടീഷുകാർ വലിയ വർത്താനമൊന്നും പറയണ്ട, നിങ്ങളതേ ചരിത്രം എന്നാൽ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് എടുത്ത് പിടിച്ചേക്കണത് യൂട്യൂബിൽ. പക്ഷേ അത് പൈശാച ചരിത്രം തന്നെ. കാരണം ദശലക്ഷക്കണക്കിന് ആൾക്കാരെ പട്ടിണി കിട്ട് കൊന്നു. അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ വെബ്സൈറ്റിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഹിന്ദുക്കൾ, ബംഗാളിലെ ഹിന്ദുക്കളാണല്ലോ ഏറ്റവും കൂടുതൽ ബ്രാഹ്മണർ ഉള്ള സ്ഥലമാണ് ബംഗാൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, കാരണം ബംഗാളി ഭാഷ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ്, മലയാളം പോലെ. അപ്പോൾ ഒരുപാട് പേര് മരിച്ചു, ഒത്തിരി ആൾക്കാർ. അതായത് അതിൻ്റെ കാരണം പറയുന്നത് ഇവരുടെ ന്യായീകരണം, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ന്യായീകരണം, അതായത് ജപ്പാനിൽ നിന്ന് 2ാം ലോക മഹായുദ്ധം നടക്കണമല്ലോ, ജപ്പാൻ ശത്രുപക്ഷത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് സൈന്യം വന്ന് ബംഗാൾ വഴി കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വന്നുമില്ല, അത് വേറെ വിഷയം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണത്, ഈ കർഷകരുടെ ധാന്യമൊക്കെ മേടിച്ച് ബ്രിട്ടീഷുകാർ അറപ്പുരയിൽ സൂക്ഷിക്കും. പക്ഷേ അത് വിൽക്കില്ല. സീസൺ കഴിഞ്ഞാൽ തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡില്ല. പിന്നെ പുറത്തുനിന്ന് ധാന്യം വരണമെന്നുണ്ടെങ്കിൽ അത് ഇവർ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഇവർ പറയണത് അങ്ങനെ ഇൻ കേസ് ഈ ജപ്പാൻകാർ വരണമെങ്കിൽ അവർക്കിവിടെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ബംഗാളിലെ ആൾക്കാരെ പട്ടിണി കിട്ടുന്നത്. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സിനിമകളും ഉണ്ടാവണം. ഇതൊക്കെ മനുഷ്യർ മനസ്സിലാവണ്ടേ. എന്തെല്ലാം നിസ്സാരമായപ്പെട്ട വിഷയങ്ങൾ കുറിച്ച് സിനിമ ഇറക്കണം. മറ്റേ ഗുണ കേവും ഇതിനെക്കുറിച്ചൊക്കെ സിനിമ ഉണ്ടാക്കണം. പിന്നെ 2018 എന്നും പറഞ്ഞ് സിനിമ എടുത്തു. അത് എത്ര പേര് മരിച്ചു 2018? 500 ആൾക്കാരെന്നാണ് മരിച്ചത്. ഇതങ്ങനെയല്ല, ദശലക്ഷക്കണക്കിന് ആൾക്കാരെ പട്ടിണിക്കിട്ട് കൊന്ന കഥയാണ്. അത് നമ്മുടെ കുട്ടികളെ അറിയണ്ടേ. എന്ത് പറയുമോയി. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ പറഞ്ഞ പോലെ ഈ ചരിത്ര പാഠപുസ്തകം മാറ്റും എന്ന് പറഞ്ഞാൽ
അത് എപ്പോൾ മാറ്റും? എത്രയും വേഗം അത് മാറ്റിയിട്ട് കൃത്യമായി അതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ കുട്ടികളെ ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ചരിത്രം പഠിപ്പിക്കുക. മനസ്സിലായോ? എന്നാൽ മാത്രമേ അത് ഭാരതത്തിനോട് നമ്മുടെ സംസ്കാരത്തോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ മറ്റ് മതക്കാർക്കും. കാരണം എല്ലാവരും ഒരേ സ്കൂളിലേക്ക് തന്നെയാണല്ലോ പോണത്. അല്ലാണ്ട് മുസ്ലിങ്ങൾക്കൊരു സ്കൂള്, ക്രിസ്ത്യാനികൾക്കൊരു സ്കൂള്, ഹിന്ദുസിന് വേറെ സ്കൂൾ, അങ്ങനെയല്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ BJP എന്ന് പറഞ്ഞാൽ എനിക്ക് BJPനോടുള്ള ഒരു ആക്ഷേപമാണത്. അതായത് അവരുടെ ശ്രദ്ധ കാശിലാണ്. വികസിത രാജ്യമാകണം, ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കണം, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രം മതിയോ? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനീ സൂചിപ്പിച്ച ഒരു കാര്യം. അതായത് ചരിത്ര പാഠപുസ്തകങ്ങൾ മാറ്റുക, എത്രയും വേഗം മാറ്റുക. എന്നിട്ട് അതിൽ നമ്മുടെ എന്താ പറയുക, ഈ ജർമ്മനിയിൽ നടന്ന, അതായത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കൂട്ടക്കൊല, അത് ഇന്നാൾ ഒരു സ്വിസ് ചരിത്രകാരൻ്റെ ഒരു യൂട്യൂബ് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ അയാൾ പറഞ്ഞത്, ഇവർ പറയണത് 60 ലക്ഷം ആൾക്കാരെ കൊന്നാണ്, 6 മില്യൺ ജ്യൂസിനെ കൊന്നാണ്. അത് പക്കാ നുണയാണ്. അത്രയും ജ്യൂസൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയണത്. മനസ്സിലായോ? എന്താണ്ടും 200,000 or 300,000 ഈ 2 ലക്ഷവും 3 ലക്ഷം ആൾക്കാരെയാണ് കൊന്നത് സത്യത്തിൽ. അത് 60 ലക്ഷമാണെന്ന് പ്രചരിപ്പിക്കണം. അതെന്തൊരു ഊളത്തരമാണ് പോയി, എന്തൊരു ഊളത്തരമാണ്. ഇങ്ങനെയൊക്കെ കാണിക്കാമോ? അതായത് ഇപ്പോൾ നിങ്ങളുടെ 25 പവൻ സ്വർണം മോഷണം പോയി, നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നിട്ട് 250 പവൻ മോഷണം പോയെന്ന് പറഞ്ഞ പോലെയാണത്. മനസ്സിലായോ? പിന്നെ ജ്യൂസിനെ കൊന്നതിൽ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ പറയുക, ഗ്യാസ് ചേമ്പറിൽ കയറ്റി അവരുടെ ഉടുപ്പൊക്കെ ഊരിയെടുത്ത് പരമനീചമായ കാര്യമാണ് ചെയ്തത്. അത് നമ്മൾ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷേ അതേസമയം അത് മുതലെടുത്തുകൊണ്ട് 60 ലക്ഷം പേരെയാണ് കൊന്നതെന്നൊക്കെ നമ്മുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ ഒക്കെ തെറ്റാണ് ഇതെല്ലാം. മനസ്സിലായി? അതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭാരത ചരിത്രം പഠിപ്പിക്കൂ. ഹിറ്റ്ലറിൻ്റെ ചരിത്രമല്ല പഠിപ്പിക്കേണ്ടത്. ഭാരതത്തിൽ വന്ന് നെറികേട് കാണിച്ച ആൾക്കാരുണ്ട്, അവരുടെ ചരിത്രമല്ലേ നമ്മുടെ കുട്ടികൾ അറിയേണ്ടത്, ഇല്ലേ? എന്തൊരു കഷ്ടം എന്നറിയോ? എത്ര കാലം ഇത് വെയിറ്റ് ചെയ്യണത്. പക്ഷേ BJP ആ ഭാഗത്തേക്ക് നോക്കണില്ല. കാശിലാണ് അവരുടെ കണ്ണ്. അത് ശരിയല്ലത്. മനസ്സിലായോ? കാശിനേക്കാളും പ്രധാനമാണ് നാട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഹിന്ദു സംസ്കാരം, ഭാരത സംസ്കാരം, ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ, അവരുടെ മഹത്വം, അതൊക്കെ നമ്മൾ കുട്ടികളെ അറിയിക്കണം, നമ്മൾ പഠിപ്പിക്കണം. എന്നാലേ അവർക്ക് നമ്മുടെ നാടിനോട് ഒരു സ്നേഹവും ഒരു ആദരവും ഒക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അല്ലാണ്ട് ബ്രിട്ടീഷുകാർ മറ്റേ അഡോൾഫ് ഹിറ്റ്ലർ യഹൂദരെ കൊന്ന കഥ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇങ്ങനൊരു വലിയ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് മൂടി വെച്ചിട്ട് എന്തൊരു മഹാഭാവമാണെന്ന് പറയാം ഇതൊക്കെ മൂടി വെക്കണത്. മനസ്സിലായോ? ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് ആ ചരിത്രം മൂടി വേണം. ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ ചരിത്രകാരന്മാരുണ്ട്, അവർക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ഈ സംഭവം ഇങ്ങനെ നടന്നതാണ്, ശരിക്കും നടന്നതാണ്, അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇന്നാൾ അമേരിക്കയിൽ ഒരു ലേഡി ഇതും പറഞ്ഞുകൊണ്ട് റോട്ടിലിറങ്ങി അവർ ബാനറൊക്കെ പിടിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട്. അവരൊരു റൈറ്ററാണെന്ന് തോന്നുന്നു, എഴുത്തുകാരിയാണ്. അപ്പോൾ അറിയാവുന്ന ആൾക്കാരുണ്ട്, പക്ഷേ വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയല്ല, ലോകം മുഴുവനും അറിയണം. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ നാറിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലെന്ന് ലോകം മുഴുവനും അറിയണം. അതറിയിക്കണം നമ്മൾ. ഇല്ല പിന്നെ ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സംഗതി, അങ്ങനെ ഒരു സംഭവം നമുക്കില്ല എന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായോ? ഇത്രയും വലിയൊരു മഹാപാതകം ചെയ്തിട്ട് അവനവർ എന്താണ് 10 ഗ്രേറ്റ് പീപ്പിൾ ഓഫ് ദിസ് മില്ലേനിയം എന്ന് പറഞ്ഞ് ഉണ്ടാക്കണം. ഇപ്പോഴും വെള്ളപൂശിക്കൊണ്ടിരിക്കണേ ഇവന്മാർ. മനസ്സിലായോ? അപ്പോൾ BJP ഇത് ശ്രദ്ധിക്കും. അതായത് ഈ കാര്യത്തിൽ എല്ലാവരും ഈ BJP അണികളാണല്ലോ. ഇതിനു വേണ്ടി മുറവിളി കൂട്ടിയാലേ, അതായത് ഒരു ചർച്ചയായാൽ മാത്രമേ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ചരിത്ര പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ദിശാബോധം ഉണ്ടാവണം നമുക്ക്. എങ്ങോട്ടാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ടത്? ദിശ എന്ന് വെച്ചാൽ
അതായത് ഭാരതം, സനാതനധർമ്മം, ഭാരതത്തിൻ്റെ ചരിത്രം. വെള്ളക്കാരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ചരിത്രമുള്ള ഒരു റേസ്, ഒരു വംശം ലോകത്ത് വേറെ ഇല്ല. ഭാരതം പോലെ ചരിത്രമുള്ള വെള്ളക്കാരെന്ന് വെച്ചാൽ ഒരു 3000 വർഷം 4000 വർഷം ചരിത്രം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രീ ഹിസ്റ്റോറിക് എന്നാണ് അവൻ പറയണത്, ചരിത്രാതീത കാലം എന്നാണ് പറയണത്. അത്ര ഉള്ളവന് ചരിത്രം, മനസ്സിലായോ? വെള്ളക്കാരൻ്റെ ഈ ചരിത്രം ഏറ്റവും പഴയ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ ബൈബിളാണ്. മോസസ് എഴുതിയ പുസ്തകമാണ്. 3500 വർഷം പഴക്കമുള്ളൂ, മനസ്സിലായോ? നമ്മുടെ ചരിത്രം അങ്ങനെയല്ല, നമ്മുടെ യുഗങ്ങളുടെ ചരിത്രമാണ്, യുഗാന്തരങ്ങളായിട്ടുള്ള ചരിത്രം. അത് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം രാമായണം, ത്രേതായുഗത്തിൽ നടന്ന കഥയാണത്, സംഭവമാണത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അതും പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഇത് ഭാരതമാണ്, ഇതിൻ്റെ ചരിത്രം ഇതാണ്, കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവരും പഠിക്കണം. അത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും പഠിക്കണം. അത് ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കണം സ്കൂളിൽ. അതിലെന്താ കുഴപ്പമുള്ളത്? ഇവിടെ സ്വിറ്റ്സർലൻഡിൽ സ്വിസ് ചരിത്രം ഇവിടുത്തെ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കില്ലേ? അതേപോലെ പഠിപ്പിക്കണം. സ്വിറ്റ്സർലൻഡ് അങ്ങനെ പറയാനായിട്ട് അത്ര വലിയ ചരിത്രമൊന്നുമില്ല. 800 വർഷം മുമ്പ്, 830 വർഷം എന്തോ ആയിട്ടുള്ളൂ സ്വിറ്റ്സർലൻഡ് ഫോം ചെയ്തിട്ട്. ഓക്കെ, അതേപോലെയാണ് നമ്മുടെ നാട് അതുപോലെയാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്രം കുട്ടികളെ ശരിയായിട്ടുള്ള ചരിത്രം പഠിപ്പിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.